നമസ്കാരം, ലൈവ് അപ്ഡേറ്റ് ആണ്. മിഡ് വീക്ക് എവിക്ഷൻ അത് പ്രേക്ഷക വിധി പ്രകാരമുള്ള എവിക്ഷൻ അല്ല, മറിച്ച് സസ്പെൻഷൻ ആണ്. മിഡ് വീക്ക് എവിക്ഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന 6 പേർക്ക് ടാസ്കുകൾ കൊടുക്കും. ആ ടാസ്കുകളിൽ പരാജയപ്പെടുന്ന ആൾക്കാരെ കുറച്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യും, അവരെ ഡെഡ് സോണിലേക്ക് മാറ്റും. എന്താണ് സംഗതി എന്ന് വെച്ചാൽ, എല്ലാവരെയും കൂടെ ലിവിംഗ് റൂമിൽ വിളിപ്പിച്ചിട്ട് ബിഗ് ബോസ് പറയാണ്, നിങ്ങൾക്ക് 3 തവണ പണിപ്പുരയിലേക്ക് പോകാനുള്ള അവസരം കൊടുത്തു. അതിലൊന്നിൽ നിങ്ങൾ പരാജയപ്പെട്ടു, രണ്ടാമത്തേതിൽ സമയത്തിന് തിരിച്ചെത്താൻ കഴിഞ്ഞില്ല, മൂന്നാമത്തേത് ടാസ്ക് മര്യാദയ്ക്ക് ചെയ്യാതെ ടാസ്ക് റദ്ദാക്കപ്പെടേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാൻ പോവാണ്. ഈ വീട്ടിൽ നിന്ന് 2 പേരെ താൽക്കാലികമായിട്ട് പുറത്താക്കിക്കൊണ്ട്. ഇത് പ്രേക്ഷക വിധി പ്രകാരമുള്ള എവിക്ഷൻ അല്ല, മറിച്ച് സസ്പെൻഷൻ ആണ്. ഇങ്ങനെ പുറത്താക്കുന്ന 2 പേരെ ഡെഡ് സോണിലേക്ക് മാറ്റും. ഡെഡ് സോൺ എന്ന് പറഞ്ഞാൽ ക്യാമറ ഉണ്ടാവില്ല, മൈക്ക് ഉണ്ടാവില്ല. ഇവരെ TV-യിലോ 24/7 കാണിക്കില്ല. ചാരിക ഇതിനിടയ്ക്ക് ക്യാമറ ഇല്ലെന്നൊക്കെ പറയുന്നത് ചുമ്മാതാ. ക്യാമറ ഇല്ലയെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ തനി സ്വഭാവം അവിടെ പോയിട്ട് കാണിക്കും, അത് 24/7 കാണിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞേ. അപ്പോൾ ബിഗ് ബോസ് വീണ്ടും ഓർമ്മപ്പെടുത്തി, ഈ ഡെഡ് സോണിൽ ക്യാമറ ഉണ്ടാവില്ല, മൈക്കും ഉണ്ടാവില്ല എന്ന്. ഈ ടാസ്കുകൾ തുടങ്ങുന്നതിന് മുമ്പ് ഈ 6 പേർക്കും കൂടി 500 പോയിന്റ്സ് വീതം ഓരോരുത്തർക്കായിട്ട് കൊടുക്കുന്നുണ്ട്. സസ്പെൻഡ് ചെയ്യപ്പെടുന്ന 2 പേരുടെ പോയിന്റ്സ്, അത് 500 1000 പോയിന്റ്സ് ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് ഉപയോഗിക്കാം. ടാസ്കുകളിൽ ഓരോരുത്തരെയും സഹായിക്കാനായിട്ട് 2 പേരെ വീതം സെലക്ട് ചെയ്യാം. അതിൽ അനീഷിനെ സഹായിക്കാൻ സെലക്ട് ചെയ്ത് ആരൊക്കെയാണെന്ന് അറിയാമോ? ശരത്തിനെയും അനുമോളെയും. അങ്ങനെ ഓരോരുത്തരുമായിട്ട് വന്ന് അവരെ സഹായിക്കാൻ വേണ്ട ആൾക്കാരെ സെലക്ട് ചെയ്യാണ്. റെന സെലക്ട് ചെയ്യുന്നത് ജിസേലിനെയും ആര്യനെയാണ്. ശാരിക സെലക്ട് ചെയ്യുന്നത് ബിന്നീനെയും ആദിലേനെയും നൂറേനെയാണ്. അനീഷ് സെലക്ട് ചെയ്യുന്നത് ശരത്തിനെയും അനുമോളെയാണ്. സരിക സെലക്ട് ചെയ്യുന്നത് നെവിൻ അഭിലാഷ്. രേണു സെലക്ട് ചെയ്യുന്നത് ബിൻസി ശൈത്യ. അനീഷിൻ്റെ ശബ്ദം ആ വീട്ടിൽ എവിടെയെങ്കിലും പൊങ്ങിക്കെട്ട് കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും ഓടി വന്ന് അനീഷിനെ അറ്റാക്ക് ചെയ്യുന്ന ആളാണ് ശരത്ത്. ആ ശരത്ത് ഇതുപോലൊരവസരം എങ്ങനെ വിനിയോഗിക്കുക എന്നുള്ളത് കാണാൻ വെയിറ്റിംഗ് ആണ്.